Hi students. So നമ്മൾ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിൽ നമ്മൾ ട്രയാങ്കിൾ എന്താ, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി, ആംഗിൾ സം പ്രോപ്പർട്ടി, രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രൂഫും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടു സ്പെഷ്യൽ ട്രയാങ്കിൾസ്, രണ്ട് സ്പെഷ്യൽ ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഐസോസ്ലസ് ട്രയാങ്കിളും. ഓക്കെ, എന്തായിരുന്നു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതിന്റെ നെയിമിൽ തന്നെ ഉണ്ട് ഇക്വിലാറ്ററൽ. ദാറ്റ് മീൻസ് എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ. നോക്കാം നമുക്ക്. എ ട്രയാങ്കിൾ ഇൻ വിച്ച് all the three sides are of equal length is called an equilateral triangle. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉണ്ടാവുക. ആ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ. ഇൻ an equilateral triangle all sides have same length. എല്ലാ സൈഡ്സിനും എന്താണ്, സെയിം ലെങ്ത് ആണ് ഉണ്ടാവുക. Then each angle has measure 60 degree. അതിന്റെ ഓരോ ആംഗിളും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സപ്പോസ് ദിസ് ഈസ് our equilateral triangle ABC. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ ABC. ഇവിടെ എന്താണ്, നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പം AB ഈസ് ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു BC. ദാറ്റ് മീൻസ് AC ഇപ്പം 5 ആണെങ്കിൽ BC യും 5 ആയിരിക്കും, AB യും 5 സെന്റിമീറ്റർ ആയിരിക്കും, ഒക്കെ 5 ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ദെൻ വാട്ട് അബൌട്ട് ദ ആംഗിൾ? ഈച്ച് ആംഗിൾ ഹാസ് മെഷർ 60 ഡിഗ്രി. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ നമുക്കറിയാം 3 ആംഗിൾസിന്റെ സമ്മും എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 ആംഗിളും സെയിം ആവണമെങ്കിൽ എന്തായിരിക്കണം, നമുക്കറിയാം ടോട്ടൽ 180 ആണെങ്കിൽ 180/3 which is equal to 60 ഡിഗ്രി. അപ്പോൾ ഓരോന്നും 60 ആണെങ്കിൽ ടോട്ടൽ 180 ആയിരിക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ 3 ആംഗിൾസും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്താണ് സൈഡ്സ്, എന്താണ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 3 സൈഡ് ആണ് ഒരു ട്രയാങ്കിളിന് ഉണ്ടാവുക. All 3 sides are equal. Then we can say that it is an equilateral triangle. Then what about the angle? Each angle has measure 60 degree. ഓരോ ആംഗിളും 60 ഡിഗ്രി. ദാറ്റ് മീൻസ് നമ്മളെ 3 ആംഗിളും, ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ടോട്ടൽ 180 ഡിഗ്രി ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ഓരോ ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ we can call it is as an equilateral triangle. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പറഞ്ഞു. ഇതാ കണ്ടോ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ABC ഉണ്ട് അല്ലെ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് AB ഈസ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു AC. All 3 sides are equal. So we can say that this is an equilateral triangle. What about the triangle ABC? This triangle ഇവിടെ തന്നിട്ടുണ്ട് AB യും BC യും AC യും ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്താ, ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് അല്ലേ. ആംഗിൾ ABC, ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിഡിലത്തത് B വന്നാൽ നമുക്കറിയാം ആംഗിൾ B ആണ് നോക്കേണ്ടത്. നമ്മളെപ്പോഴും ആംഗിൾ മിഡിലത്തെ വെച്ചിട്ടാണ് അല്ലേ ഡിനോട്ട് ചെയ്യല്. അപ്പം B എന്ന് പറയുമ്പം 60 ഡിഗ്രി. അതുപോലെ നെക്സ്റ്റ് ആംഗിൾ BCA, ദാറ്റ് മീൻസ് C ഏതാ, 60 ഡിഗ്രി. ദെൻ വാട്ട് അബൌട്ട് ആംഗിൾ CAB, ദാറ്റ് മീൻസ് A ഏതാ, 60 ഡിഗ്രി. അപ്പൊ ഓരോ ഈച്ച് ആംഗിളിന്റെ മെഷറും എന്താ, 60 ഡിഗ്രി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, all sides are equal. That means all 3 sides are equal ആയിരിക്കും. അതിന്റെ ആംഗിൾ, ഈച്ച് ആംഗിൾ മെഷർ 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് അബൌട്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ? എങ്ങനെയാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ? എ ട്രയാങ്കിൾ ഇൻ വിച്ച് 2 sides are of equal length is called an isosceles triangle. അപ്പൊ 2 സൈഡ് ആണ് ഈക്വൽ എങ്കിൽ
ഓക്കെ, 3 sides ആണ് ഉണ്ടാവുക. അതിൽ 2 സൈഡ് മാത്രമാണ് ഈക്വൽ എങ്കിൽ we can call it as an isosceles triangle. In an isosceles triangle, 2 sides have same length. നമ്മൾ പറഞ്ഞു അല്ലേ, 3 സൈഡ്സിൽ 2 സൈഡ്സിന് സെയിം ലെങ്ത് ആയിരിക്കും. Then what about the angle? Base angles opposite to the equal sides are equal. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC. അതിൽ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇതും 3 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്താ, AB-യും AC-യും ഈക്വൽ ആണ് അല്ലെ, രണ്ടും 3 സെന്റിമീറ്റർ. അപ്പൊ ഇതെന്താ, ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണ് സൈഡ്സ്, 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് an isosceles triangle. Then what about the angles? Base angles opposite to equal sides are equal. അങ്ങനെ പറഞ്ഞാൽ എന്താ, ബേസ് ആംഗിൾസ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ 2 ആംഗിൾ, താഴെയുള്ള 2 ആംഗിൾ ആണ് ബേസ് ആംഗിൾ. ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ഈ 2 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 2 ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പൊ നമ്മളെ ഇവിടെ ഒരു ട്രയാങ്കിൾ XYZ തന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് XY ഈസ് ഈക്വൽ ടു XZ അല്ലെ. XYയും XZും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 2 സൈഡ്സ് ആണ് എന്ത്, equal. So we can call it as an isosceles triangle. Then what about this one? ഇവിടെ നമുക്ക് കണ്ടോ, നമ്മൾ പറഞ്ഞു XYയും XZും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എന്തായിരിക്കും, ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബേസ് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. ദാറ്റ് മീൻസ് ഈ ഒരു XYന്റെ ഓപ്പോസിറ്റ്, ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ, ആംഗിൾ Z. അതുപോലെ XZ, അതിന്റെ ഓപ്പോസിറ്റ്, ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ, ആംഗിൾ Y. അപ്പൊ ആ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, Yയും Zും ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള 2 ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ, എല്ലാ സൈഡ്സും ഈക്വൽ. Isosceles triangle എന്താ, 2 sides are equal. Then what about the angles? Angles of an equilateral triangle എന്ന് പറഞ്ഞാൽ ഈച്ച് ആംഗിളും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. What about the angles of isosceles triangle? Base angles opposite to equal sides are equal അല്ലേ. ഇതാ, base angles opposite to equal sides are equal. That means 2 sides ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ഫൈൻഡ് ആംഗിൾ എക്സ് ഇൻ ഈച്ച് ഫിഗർ. നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അതിലൊക്കെ എക്സ് കാണണം, എക്സിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ എന്താ തന്നത്, 2 സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലെ. കണ്ടോ, 2 സൈഡ്സ് ഇങ്ങനെ ഡിനോട്ട് ചെയ്ത 2 സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പം നമുക്കറിയാം ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താ, 2 സൈഡ്സ് ആണ് ഈക്വൽ തന്നത്. അപ്പൊ ഇത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഐസോസ്ലെസ് ട്രയാങ്കിളിൽ നമുക്കറിയാം ബേസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയ എക്സും എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. Therefore the value of x, ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ എക്സിന്റെ വാല്യൂ എന്താ, 40 ഡിഗ്രി. എങ്ങനെ കിട്ടിയ 40 ഡിഗ്രി? 2 സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അതില് ആ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 40 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയ എക്സും എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, then what about the second figure? Second figure എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് 45 ആണ് തന്നിട്ടുണ്ട്. 2 സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ we can say that this is an isosceles triangle. Then what about the angle?
ആംഗിൾ എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? ബേസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡും ആണ് ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഏതൊക്കെ? ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ഇത് അല്ലേ? നമുക്ക് 3 ആംഗിൾ ആണ് ഉണ്ടാവുക. ഇതെന്തായാലും ഓപ്പോസിറ്റ് അല്ല, ഇതും അതിന്റെ ഓപ്പോസിറ്റ് അല്ല. ഇത് രണ്ടും ആ സൈഡിന്റെ കണക്ട് ചെയ്യുന്ന ആംഗിൾ ആണ് അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇത്. അതുപോലെ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത് രണ്ടും വരില്ല, അതിൻ്റെത് ഇതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആംഗിളും എന്താണ്? 45 ഡിഗ്രി ആണ്. ഇത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. അതെന്തുകൊണ്ടാ? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ബട്ട് വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലേ കാണണ്ടേ? രണ്ട് ആംഗിൾ 45 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടൂടെ? ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി വി നോ ദാറ്റ് നമുക്കറിയാം 3 ആംഗിൾസിന്റെ സമ്മും കൂടെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം എക്സ് പ്ലസ് എന്താ? രണ്ടെണ്ണം 45 ആണ്. 45 പ്ലസ് 45 വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? 3 ആംഗിൾസിന്റെ സമ്മും 180 ഡിഗ്രിയാണ് നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രൂവ് ചെയ്തിരുന്നു അല്ലേ? അപ്പം രണ്ടെണ്ണം 45 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എക്സ് കണ്ടൂടെ? എക്സ് പ്ലസ് വാട്ട് ഈസ് 45 പ്ലസ് 45? 5 പ്ലസ് 5 10, then 4 പ്ലസ് 4 8, 8 പ്ലസ് 1 9, which is equal to 180 degree. So x is equal to 180 degree minus 90 degree, which is equal to 90 degree. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 90 ഡിഗ്രി. ഇത് നമുക്ക് ചെയ്യാതെ തന്നെ കിട്ടും. എന്താ? നമുക്ക് രണ്ടും ഇങ്ങനെയാണ് വന്നതെങ്കിൽ നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ആണ് അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. സോ ഇത് 90 ആയിരിക്കും. ബട്ട് വി വാണ്ട് ടു പ്രൂവ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് സൈഡ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും 45 ആയിരിക്കും. രണ്ട് ആംഗിൾ 45 ആണെങ്കിൽ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 180 മൈനസ് 45 പ്ലസ് 45. ദാറ്റ് ഈസ് 180 മൈനസ് 90 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇനി നമുക്ക് കൺഫ്യൂഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 90 പ്ലസ് 45 പ്ലസ് 45 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 ഡിഗ്രി. ഓക്കെ, then what about the third question? Third question നമുക്ക് ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെന്ന് അറിയാം. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു എക്സ് എന്ന് തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് ആണ് ഒരു ഈക്വൽ സൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്. അതുപോലെ ഇതാണ് വേറൊരു സൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ആംഗിൾ ആണോ കിട്ടുന്നത് അത് ഈ എക്സിന് ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് ഇത്. അപ്പം ഇവിടുത്തെ ആംഗിൾ കിട്ടിയാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇവിടുത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതറിയാം, നമുക്ക് ഇതറിയാം. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു ആംഗിൾ ആണ് അല്ലെ? എന്താ? 180 ഡിഗ്രി. ലീനിയർ പെയർ ആണ്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതൊരു ലീനിയർ പെയർ ആണ്. അപ്പൊ ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് 120 അല്ലേ? 180 മൈനസ് 120 60 ഡിഗ്രി. അപ്പം ഇവിടെ 120 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എന്താ? 60 ഡിഗ്രി അല്ലേ? കാരണം ഇതൊരു ലീനിയർ പെയർ ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. സോ 120 പ്ലസ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി.
ഓക്കെ, അപ്പൊ ഇവിടെ 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐസോസ്ലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 60 ആണെങ്കിൽ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും 60 ആയിരിക്കും. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഓൾസോ 60 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും എക്സ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇതും എന്തായിരിക്കും 60 ആയിരിക്കൂലേ. ഇത് രണ്ടും 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 180 മൈനസ് 120, 180 മൈനസ് 60 പ്ലസ് 60, അപ്പൊ 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയില്ലേ, കാരണം ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. ബട്ട് നമ്മളോട് പറഞ്ഞത് എക്സിന്റെ വാല്യൂ കാണാനാണ്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ അത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ വാട്ട്സ് ദ ഫോർത്ത് ഫിഗർ? എന്താ ഫോർത്ത് ഫിഗറിൽ നമുക്ക് ഇവിടെ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെന്ന് അറിയാം, കാരണം രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ എക്സും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് കിട്ടിയാൽ നമുക്ക് എക്സിന്റെ കിട്ടും. ഇതിൻ്റെത് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്ക് ആകെ തന്നത് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 110 ഡിഗ്രി എന്നാണ്. ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 110 ആണെങ്കിൽ 180 മൈനസ് 110 അല്ലേ ഇവിടെ വരിക? യെസ്, 180 മൈനസ് 110, 0, 8 1 പോയാൽ 7. അപ്പൊ ഇവിടെ നമുക്ക് 70 ഡിഗ്രി ആണ് എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ 110 ആയതുകൊണ്ട് ഇവിടെ 70 ആണ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. അപ്പം ഇത് 70 ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആംഗിൾ കിട്ടും? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് അല്ലേ ആവുക? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പം 70 ഡിഗ്രി പ്ലസ് എക്സ് പ്ലസ് ഇതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, കാരണം ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പൊ എക്സ് ആന്ന് തന്നെ പറയാ. എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ആംഗിൾ 70 കിട്ടി, മറ്റേ രണ്ടും എക്സ്. ദാറ്റ് മീൻസ് 70 ഡിഗ്രി പ്ലസ് എക്സ് എന്താ 2x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2x is equal to 180 degree minus 70 degree. 2x is equal to what is 180 degree minus 70 degree? 180 ന്ന് 70 പോയാൽ ബാക്കി 110 degree. അങ്ങനെയാണെങ്കിൽ x is equal to 110 degree divided by 2 അല്ലേ. 70 ഇവിടെ ഉണ്ട്, ബാക്കി 110 ആണ് ഉണ്ടാവുക. ആ 110നെ നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ ഇത് രണ്ടും ഈക്വൽ കിട്ടുക. യെസ്. അപ്പൊ എന്താണ് 110 ഡിവൈഡഡ് ബൈ 2 നോക്കുക. 5 2s are 10, 1 0 5 2s are 10. അപ്പൊ എന്താ കിട്ടിയേ? 55. അപ്പൊ ഇതും 55 ആണ്, ഇതും 55 ആണ്. ഓക്കെ, എന്താ എക്സിന്റെ വാല്യൂ? 55 ഡിഗ്രി. അപ്പം ഇത് 70, ഇത് 55, ഇത് 55. ഇനി നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ അല്ലേന്ന് അറിയണമെങ്കിൽ 70 പ്ലസ് 55 പ്ലസ് 55 ചെയ്ത് നോക്കുക. 180 കിട്ടണം. 180 കിട്ടിയാലേ നമ്മൾ ആൻസർ കറക്റ്റ് ആവുള്ളൂ. 70 പ്ലസ് 55 പ്ലസ് 55, 5 പ്ലസ് 5 10, 1, then 10 17 18, 180 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാം നമ്മൾ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ? 55 ഡിഗ്രി. അപ്പൊ നമുക്ക് ഫിഗർ കാണുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണം. ഇവിടെ നമുക്ക് 110 ആയ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ മാത്രമാണ് തന്നത്. അപ്പൊ ബൈ ലീനിയർ പെയർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ആംഗിൾ ഈസ് 70 ഡിഗ്രി. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഐസോസ്ലസ് ട്രയാംഗിൾ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡിന്റെ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ സൈഡിന്റെതും എക്സ് ആണ്. അപ്പം 180 70 പോയാൽ ബാക്കി 110 ആണ് ഉണ്ടാവുക. ആ 110നെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു, 55ഉം 55. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഐസോസ്ലസ് ട്രയാംഗിളിന്റെ പ്രോബ്ലംസ്. ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഓൾറെഡി എന്ത് പഠിക്കണം? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, പിന്നെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തത്. Clear?
ഫൈൻഡ് ആംഗിൾസ് എക്സ് ആൻഡ് വൈ ഇൻ ഈച്ച് ഫിഗർ. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ മാത്രമായിരുന്നു അല്ലേ കാണാനുള്ളത്, സിമ്പിൾ ആയിരുന്നു ചെയ്യാൻ. ഇനി നമുക്ക് എക്സിന്റെയും വൈന്റെയും കാണണം. എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ 120 ഡിഗ്രി ആണ് എന്നാണ് തന്നത്. ഇത് 120 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കൂലേ. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് നമ്മളെ എക്സും കിട്ടൂലേ. യെസ്, അപ്പം ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു ലീനിയർ പെയർ അല്ലേ, ഒരു സ്ട്രേറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അല്ലേ, ലീനിയർ പെയർ. അപ്പം 180 മൈനസ് 120 0. ദെൻ 8 2 പോയാൽ എന്താ 6. അപ്പൊ 60 ഡിഗ്രി കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി കിട്ടി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഇതും 60 ഡിഗ്രി ആയിരിക്കൂലേ, വൈയും 60 ആവൂലേ. യെസ്, ആംഗിൾ y ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 120 ആണ്. ബൈ ലീനിയർ പെയർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഈ ആംഗിൾ വൈയും 60 ഡിഗ്രി ആയിരിക്കും. കാരണം അത് രണ്ടും ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും 60 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും, നമുക്ക് പറയാ 60 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ കിട്ടുക, നമുക്ക് അറിയാം 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതും 60 ഇതും 60 ഇത് എക്സ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി ഇറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പം 120 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 120. 180 120 പോയാൽ ബാക്കി എന്തുണ്ടായിരിക്കും 60. അപ്പം 60. ഓക്കെ, അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. ഈച്ച് ആംഗിൾ മെഷർ 60 ഡിഗ്രി. അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്ക് പറയാം. അപ്പം നമ്മൾ എങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ, നമുക്കൊരു എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. ബൈ ലീനിയർ പെയർ നമുക്ക് എന്ത് പറയാം, ഇത് 60 ഡിഗ്രി ആണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇത് രണ്ടും 60 ഡിഗ്രി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. 180 60 പ്ലസ് 60 ചെയ്താ ബാക്കി എന്താ ഉണ്ടാവുക 60 ഡിഗ്രി. ഓക്കെ, then what about the second question? Second one തന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. So we can say that this is 90 degree. ഇത് 90 ഡിഗ്രി ആണ് അല്ലെ. ഇനി രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ് ആൻഡ് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ് അല്ലേ. ആ സൈഡിന്റെ ഓപ്പോസിറ്റ്, അപ്പൊ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ കിട്ടിയാൽ നമുക്ക് എക്സ് കിട്ടും, ഈ ആംഗിൾ കിട്ടിയാൽ നമുക്ക് വൈയും കിട്ടും. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രണ്ട് ആംഗിൾസ് ആ ഈക്വൽ, ഇത് എക്സ് ആണ്. അപ്പൊ ഇതും നമുക്ക് എക്സ് തന്നെ ആവൂലേ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും അല്ലേ. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്ക് എന്ത് എഴുതാം, 90 ഡിഗ്രി പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ഇത് എക്സ് ആണ് തന്നിട്ടുണ്ട്. ഇത് എക്സ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. കാരണം ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ്. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് മീൻസ് 90 ഡിഗ്രി പ്ലസ് 2x is equal to 180 degree അല്ലേ. ഇനി 2x is equal to 180 degree minus 90 degree. 90 ഡിഗ്രി റൈറ്റ് സൈഡിലോട്ട് പോയപ്പോൾ മൈനസ് 90 ആയി. അപ്പൊ 2x is equal to എന്താ 180 മൈനസ് 90 which is equal to 90. അങ്ങനെയാണെങ്കിൽ x is equal to 90 into 2 ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. സോ 90ന്റെ ഹാഫ് എന്താ 45. അപ്പം നമുക്ക് എന്ത് പറയാ, എക്സിന്റെ വാല്യൂ 45 ആണ്. ഇതും 45 ഇതും 45 അല്ലേ.
ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 90 + 45 + 45 എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇതും 45 ആണെന്ന് കിട്ടി. ബട്ട് നമുക്ക് എക്സും വൈയും കണ്ടാൽ മതി, ഇത് കാണണമെന്നില്ല. ബട്ട് ഇത് കണ്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വൈ കിട്ടുള്ളൂ അല്ലേ? അപ്പം x = 45 എന്ന് കിട്ടി. ദെൻ വാട്ട് അബൌട്ട് y? y എന്താ കിട്ടുക? ആംഗിൾ y കാണണമെങ്കിൽ നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ലീനിയർ പെയർ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ലീനിയർ പെയർ ഉണ്ട്, ഇത് 180 ഡിഗ്രി ആയിരിക്കൂലേ? ഏത്? 45 ഡിഗ്രി പ്ലസ് y = 180 ഡിഗ്രി അല്ലേ? 45 ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ y 45ഉം y-യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? 180 - 45. 180ന്ന് 45 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. എന്താ 180 - 45? 180 - 45. 10 - 5 5. ഇനി ഇവിടെ 7 ഉണ്ടാവും അല്ലേ? 7ന്ന് 4 പോയാൽ 3, then 1 135. അപ്പൊ നമ്മളെ വൈന്റെ വാല്യൂ എന്താ? 135. ഇവിടെ എക്സിന്റെ വാല്യൂ 60 ആണ്, വൈന്റെ വാല്യൂയും 60 ആണ്. ഇവിടെ എന്താ? എക്സിന്റെ വാല്യൂ 45 ആണ്, വൈന്റെ വാല്യൂ 135. ഓക്കെ, കാരണം എന്താ? ലീനിയർ പെയർ. ഇവിടെ 45 ആയതുകൊണ്ട് ഇനി 180 - 45 ചെയ്താലേ നമുക്ക് y കിട്ടുള്ളൂ അല്ലേ? ദെൻ വാട്ട് അബൌട്ട് തേർഡ് വൺ? തേർഡിൽ എന്താ? നമുക്ക് ഇങ്ങനെ ഒരു 92 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ എക്സ് തന്നിട്ടുണ്ട്, ഇവിടെ വൈ തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കാണും? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടും അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താ? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 92 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എന്തായിരിക്കും? 92 ഡിഗ്രി ആയിരിക്കും അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം ഇത് 92 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതെന്താ തന്നത്? ഈ രണ്ട് സൈഡ്സും ആണ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്. അപ്പം ഇത് എക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും എക്സ് അല്ലേ ആവുക? രണ്ടും ഈക്വൽ അല്ലേ? യെസ്. ഇനി ഇവിടെ 92ഉം തന്നിട്ടുണ്ട്. ദെൻ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സമ്മും കൂടെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 92 ഡിഗ്രി ആണ്. സോ 92 ഡിഗ്രി പ്ലസ് ഇതും എക്സ് ഇതും എക്സ്, 92 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിന് നമ്മൾ എക്സ് കൊടുക്കാൻ കാരണം എന്താ? നമുക്ക് അതിന്റെ വാല്യൂ കിട്ടാനാണ്. നമുക്കറിയാം രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് അല്ലേ ആവുക? യെസ്. അപ്പം 92 ഡിഗ്രി പ്ലസ് 2x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം 2x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 92 ഡിഗ്രി. അപ്പൊ 180ന്ന് 92 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. So what is 180 minus 92? 180 minus 92. 180 minus 92. 10 ന്ന് 2 പോയാൽ എന്താ? 8. ഇവിടെ നമുക്ക് 7 ആയിരിക്കും അല്ലേ? അപ്പൊ 17ന്ന് 9 പോയാൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 അല്ലേ? 88 ഡിഗ്രി. അപ്പം 88 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം 2x is equal to 88 degree. Okay, 2x 88 degree ആണെങ്കിൽ x എന്തായിരിക്കും? x is equal to 88 divided by 2 which is equal to 44 degree. അപ്പൊ x എന്ത് കിട്ടി നമുക്ക്? 44 ആണെന്ന് കിട്ടി. അപ്പം ഇതും 44 ഇതും 44, കാരണം രണ്ടും ഈക്വൽ ആണ്. ഇനി നമുക്ക് കിട്ടിയത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്ത് നോക്കുക. 180 കിട്ടുന്നുണ്ടോ നോക്കുക. എന്താ? 92 പ്ലസ് 44 പ്ലസ് 44. അപ്പൊ എന്ത് കിട്ടും? 10 180. ഓക്കെ, അപ്പൊ 180 കിട്ടുന്നുണ്ട്. ഇനി നമ്മളത് കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? ഇല്ല, എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുള്ളൂ 44 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 44 ഡിഗ്രി കിട്ടി. ദെൻ വാട്ട് അബൌട്ട് വൈ?
y. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലീനിയർ പെയർ ആണ്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ y എന്തായിരിക്കും? 180 മൈനസ് 45 ആയിരിക്കും. അപ്പൊ 180ന്ന് 45 പോയാൽ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. ഇത് y, ഇവിടെ 44. അപ്പൊ 180 മൈനസ് 44 ചെയ്താൽ നമുക്ക് y-ന്റെ വാല്യൂ കിട്ടും. 180 മൈനസ് 44. ഇവിടെ നമുക്ക് 7 ഉണ്ടാവും. 7ന്ന് 4 പോയാല് 3, 36. അപ്പൊ 136 ആണ് y-ന്റെ വാല്യൂ അല്ലേ? 136 പ്ലസ് 44 180 അല്ലേ? യെസ്. അപ്പൊ 136 ആണ് എന്ത്? നമ്മളെ y-ന്റെ വാല്യൂ. y is equal to 136. അപ്പം ഇവിടെ x-ന്റെ വാല്യൂ എന്താ? 44 ആണ്. y-ന്റെ വാല്യൂ എന്താ? 136 ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് x തരും, y തരും. അപ്പൊ നമ്മളെ ഐസോസ്ലസ് ട്രയാങ്കിളിൽ നമുക്കറിയാം രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് വെച്ചിട്ടും ലീനിയർ പെയർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സം ഓഫ് ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഐസോസ്ലസ് ട്രയാങ്കിളും ചെയ്തു അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. Then what about the angle? Equilateral triangle each angle measures 60 degree and in isosceles triangle base angles opposite to equal sides are equal. രണ്ട് sides equal ആണെങ്കിൽ അതിന്റെ opposite ഉള്ള angles equal ആയിരിക്കും. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ സം എന്തായിരിക്കും എന്നാണ്. സം ഓഫ് ദ ലെങ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. രണ്ട് സൈഡ്സ്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ സം നോക്കാം. ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് മൂന്ന് സൈഡ്സ് ആണ് അല്ലെ ഉണ്ടാവുക. ആ മൂന്ന് സൈഡ്സില് രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പം ആ രണ്ട് സൈഡ് ആഡ് ചെയ്ത സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. ഓക്കെ, രണ്ട് സൈഡ് ആഡ് ചെയ്തതായിരിക്കണം എപ്പോഴും വലുത് മറ്റേ സൈഡിനേക്കാളും. ക്ലിയർ? The difference between the length of any two sides. Then what about the difference? ഇനി രണ്ട് സൈഡിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? is smaller than the length of the third side. തേർഡ് സൈഡിനേക്കാളും ചെറുതായിരിക്കണം. സം എന്തായിരിക്കണം? സമ്മ് രണ്ട് സൈഡിന്റെ സമ്മ് തേർഡ് സൈഡിനേക്കാളും എന്തായിരിക്കണം? വലുതായിരിക്കണം. അതുപോലെ ആ രണ്ട് സൈഡിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ സ്മോളർ ദാൻ, ചെറുതായിരിക്കണം ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. സമ്മ് തേർഡ് സൈഡിനേക്കാളും വലുതുമായിരിക്കണം. ആ രണ്ട് സൈഡിന്റെ ഡിഫറൻസ് തേർഡ് സൈഡിനേക്കാളും ചെറുതും ആയിരിക്കണം. ഓക്കെ, അപ്പം സം ഓഫ് ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് സ്മോളർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? തേർഡ് സൈഡിനേക്കാളും വലുതായിരിക്കണം. ദെൻ രണ്ട് സൈഡ്സിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? തേർഡ് സൈഡിനേക്കാളും ചെറുതുമായിരിക്കണം അല്ലേ? Then അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കിയാലോ. ഇസ് ദർ എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ഹാവ് ലെങ്ത് 10.2, 5.8, 4.5. മൂന്ന് സൈഡ്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാവാൻ പറ്റുമോ? ഇസ് ദർ എ ട്രയാങ്കിൾ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവോ? ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിളിന്റെ ലെങ്ത്തിന്റെ വെച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 10.2ഉം 5.8ഉം 4.5ഉം ആണ് അല്ലെ നമ്മളെ സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ 10.2 പ്ലസ് 5.8 ഗ്രേറ്റർ ദാൻ 4.5 ആയിരിക്കണം അല്ലേ? അതെന്തായാലും ആയിരിക്കും, കാരണം ഇതേ 5.8 ആണ്, അതിലോട്ട് 10.2 കൂടെ ആഡ് ചെയ്താൽ അതെന്തായാലും 4.5നേക്കാളും വലുതായിരിക്കും. ആഡ് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം. 10.2 പ്ലസ് 5.8 ഉണ്ടോ? 16 ആണ് അല്ലെ? 16 ആണ്. അപ്പം അതെന്തായാലും 4.5നേക്കാളും വലുതാണ്. അപ്പം ഇത് പോസിബിൾ ആണ്. യെസ്, ദിസ് ഈസ് പോസിബിൾ.
മൂന്നും പോസിബിൾ ആണ്, 3 കേസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടിനും കൂടെ ആഡ് ചെയ്തപ്പം ഇതിനേക്കാളും വലുതാണ്. ഇനി ഇതും ഫസ്റ്റത്തതും 4.5 കൂടെ ആഡ് ചെയ്താലോ 10.2 പ്ലസ് 4.5 ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം 5.8 ആയിരിക്കണം. എന്തായാലും ഗ്രേറ്റർ ആവൂലേ, കാരണം ഒരു സൈഡ് 10.2 ആണ്. നമുക്കറിയാം 10.2 പ്ലസ് 4.5 7 4 1 എന്താ 14.7 ആണ് അല്ലേ. 14.7 ഗ്രേറ്റർ ദാൻ 5.8 തന്നെയാണ്. അപ്പം ഇതും പോസിബിൾ ആണ്. ദെൻ ഇനി ഒരു കേസും കൂടെ ഉണ്ട്. എന്താ 10.2 5.8ഉം ആഡ് ചെയ്തു, 10.2 4.5ഉം ആഡ് ചെയ്തു. ഇനി എന്താ ഉള്ളത് 5.8ഉം 4.5ഉം. 5.8 പ്ലസ് 4.5 എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് 10.2നേക്കാളും വലുതായിരിക്കണം. ആയിരിക്കോ 5.8ഉം 4.5ഉം ആഡ് ചെയ്യാം. 5.8 പ്ലസ് 4.5 13 10.3 കിട്ടിയില്ലേ. ഗ്രേറ്റർ ദാൻ 10.2 അല്ലേ, 10.3 അല്ലേ വലുത്. യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതും പോസിബിൾ ആണ്. കാരണം 5.8 പ്ലസ് 4.5 ഗ്രേറ്റർ ദാൻ 10.2 ആണ്. അപ്പൊ 3 കേസിലും എന്താണ് അതിന്റെ രണ്ട് സൈഡിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. Is there a triangle whose sides have length എന്നാ ചോദിച്ചത്. Yes, there is a triangle whose sides have length 10.2 5.8 4.5. കാരണം എന്താ നമ്മൾ രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ലെങ്സ് 10.2 5.8 4.5. ഓക്കെ, then what about next one? Next question എന്താ? The length of two sides of a triangle are 6 cm and 8 cm. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 6 cm ആണ്, ഒരു സൈഡ് 8 cm ആണ്. ഓക്കെ, ബിറ്റ്വീൻ വിച്ച് ടു നമ്പേഴ്സ് ക്യാൻ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഫോൾ? അപ്പൊ ഏത് രണ്ട് നമ്പേഴ്സിന്റെ ബിറ്റ്വീനിലാണ് ഈ തേർഡ് സൈഡ് ഫോൾ ചെയ്യുക? എങ്ങനെ നമ്മൾ നോക്കുക? നമുക്ക് രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സൈഡ്സും ആഡ് ചെയ്യുന്നതായിരിക്കും, സമ്മ് ആയിരിക്കണം എപ്പോഴും വലുത് തേർഡ് സൈഡിനേക്കാളും അല്ലേ. അപ്പം 6 + 8 എന്താ 14. അപ്പൊ 14 സെന്റിമീറ്ററിനേക്കാളും വലുതാവാൻ പറ്റില്ല അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിന്റെ ലെങ്ത് എപ്പോഴും ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. അപ്പൊ തേർഡ് സൈഡിനേക്കാളും വലുതായിരിക്കണം ഈ രണ്ടിന്റെയും സമ്മ്. ദാറ്റ് മീൻസ് ഈ രണ്ടിന്റെ സമ്മും എന്താ 14 ആണ്. അപ്പം 14നേക്കാളും എന്തായിരിക്കരുത് വലുതാവരുത്. ഓക്കെ, 14നേക്കാളും വലുതാവരുത്. 14നേക്കാളും വലുതായാൽ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ പോസിബിൾ അല്ല. ഈ രണ്ട് സൈഡിന്റെ സമ്മും ആയിരിക്കണം എപ്പോഴും വലുത്. ദാറ്റ് മീൻസ് 14 ആയിരിക്കണം വലുത്, 14നേക്കാളും വലുതാവരുത് നമ്മളെ ഈ ലെങ്ത്. ഇനി ഡിഫറൻസ് നോക്കാം. വാട്ട് ഈസ് 8 - 6 which is equal to 2? ദാറ്റ് മീൻസ് 2 സെന്റിമീറ്ററിനേക്കാളും ചെറുതുമാവാൻ പറ്റില്ല. രണ്ട് സൈഡ് തന്നാൽ അതിന്റെ സമ്മിനേക്കാളും വലുതാവാനും പറ്റില്ല, അതിന്റെ ഡിഫറൻസിനേക്കാളും ചെറുതാവാനും പറ്റില്ല. അപ്പൊ തേർഡ് സൈഡ് ഫോളോ ചെയ്യുക ഏത് രണ്ട് ലെങ്ത്തിന്റെ ബിറ്റ്വീനിലാണ്? 14ന്റെയും 2ന്റെയും ബിറ്റ്വീനില് അല്ലേ, അല്ലെങ്കിൽ 2ന്റെയും 14ന്റെയും ബിറ്റ്വീനിലായിരിക്കും തേർഡ് സൈഡ്. ഓക്കെ, തേർഡ് സൈഡ് ഫോളോ ചെയ്യുക 2ന്റെയും 14ന്റെയും ബിറ്റ്വീനിലായിരിക്കും. കാരണം എന്താ, രണ്ട് സൈഡ് തന്നിട്ടുണ്ട് 6ഉം 8ഉം, ആ രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോൾ 14 ആണ് കിട്ടുന്നത്. അപ്പൊ തേർഡ് സൈഡ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ രണ്ട് സൈഡിന്റെ സമ്മിനേക്കാളും വലുതാവാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 14നേക്കാളും വലുതാവരുത്. ഇനി തേർഡ് സൈഡ് ഒരിക്കലും ഇതിന്റെ ഡിഫറൻസിനേക്കാളും ചെറുതാവാൻ പറ്റില്ല. ഇതിന്റെ ഡിഫറൻസ് എന്താ 2 ആണ്. അപ്പം 2ന്റെയും 14ന്റെയും ബിറ്റ്വീനിലായിരിക്കും നമ്മൾ ഈ തേർഡ് സൈഡ് ഫോളോ ചെയ്യുക. ഓക്കെ, next question, is it possible to have a triangle with the following sides? നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്, ഇങ്ങനെ ട്രയാങ്കിൾ പോസിബിൾ ആവോ എന്നാണ് ചോദിച്ചത്. പോസിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ? രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പം അതിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നത്
ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെത് ഒന്ന് 2 സെന്റിമീറ്റർ ആണ്, ദ നെക്സ്റ്റ് വൺ 3 സെന്റിമീറ്റർ ആണ്, ദ നെക്സ്റ്റ് വൺ 5 സെന്റിമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ നമ്മൾ നോക്കുമ്പം ആദ്യം 2+3 നോക്കുക. 2+3 ഗ്രേറ്റർ ദാൻ 5 ആണോ? എന്താ 2+3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, ഈക്വൽ അല്ലേ? അപ്പം ഇതെന്താ? പോസിബിൾ അല്ല. നോ, ഈ ഒരു കേസ് പോസിബിൾ അല്ല. അതുപോലെ ഇനി 2ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 7 ആണ്, അത് ഗ്രേറ്റർ ദാൻ 3. ഇത് യെസ് ആണ്, ഇതില് പറ്റും. ദെൻ 5+3 8 ആണ്, അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. ബട്ട് ഇവിടെ ട്രയാങ്കിൾ പോസിബിൾ ആണ്. ഈ രണ്ട് കേസ് മാത്രം ശരിയായിട്ട് കാര്യമില്ല, നമുക്ക് 3 കേസും എന്തായിരിക്കണം? ശരിയായിരിക്കണം. ഇവിടെ നമുക്ക് രണ്ട് സൈഡ്സ് ആയ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ അത് 5നേക്കാളും എന്താവുന്നില്ല? വലുതാവുന്നില്ല. അത് 5ന് ഈക്വൽ ആണ്. അപ്പൊ അവിടെ നോ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ട്രയാങ്കിൾ വിത്ത് ദ സൈഡ്സ് 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ കൊണ്ടും 3 സെന്റിമീറ്റർ കൊണ്ടും 5 സെന്റിമീറ്റർ കൊണ്ടുള്ള ട്രയാങ്കിൾ എന്താ? പോസിബിൾ അല്ല. കാരണം സം ഓഫ് 2 സൈഡ്സ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ഒരു കണ്ടീഷനിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് പറയാം ഇത് പോസിബിൾ അല്ല. എല്ലാം എന്തായിരിക്കണം? എല്ലാ കണ്ടീഷനിലും യെസ് ആയിരിക്കണം. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദിസ് സെക്കൻഡ് വൺ തന്നത് ഒരു ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, ഇങ്ങനെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 3 സൈഡ്സ് ഇനി നമുക്ക് എന്ത് നോക്കണം? രണ്ട് സൈഡ്സിന്റെ സം ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണോ നോക്കണം. ആദ്യം 3ഉം 6ഉം നോക്കാം. 3+6 ഗ്രേറ്റർ ദാൻ 7 അല്ലേ? 3+6 9 ആണ്, 9 ഗ്രേറ്റർ ദാൻ 7 ആണ്. യെസ്, ഇത് യെസ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് ഇനി 3ഉം 7ഉം നോക്കാം. 3+7 അത് ഗ്രേറ്റർ ദാൻ 6 ആണോ? യെസ്. 3+7 എന്ന് പറയുമ്പോൾ 10 ആണ്, 10 ഗ്രേറ്റർ ദാൻ 6 ആണ്. അപ്പൊ അതും എന്താണ്? യെസ് ആണ്. ദെൻ ഇനി നമുക്ക് 6ഉം 7ഉം നോക്കാം. 6+7 ഗ്രേറ്റർ ദാൻ 3 ആണോ? അല്ലേ? 6+7 എന്ന് പറഞ്ഞാൽ എന്താ? 13 ഗ്രേറ്റർ ദാൻ 3 അല്ലേ? യെസ്. അപ്പം ഇതും യെസ് ആണ്. അപ്പൊ 3 കേസിലും എന്താണ്? രണ്ട് സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ്. സോ ദിസ് ഈസ് പോസിബിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇറ്റ് ഈസ് പോസിബിൾ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോസിബിൾ അല്ലായിരുന്നു. this is not possible. It is not possible. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോസിബിൾ അല്ലായിരുന്നു. കാരണം ഒന്ന് നമുക്ക് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് എന്താ? ഇത് പോസിബിൾ ആണ്. കാരണം എന്താ? ഏത് രണ്ട് സൈഡ്സ് എടുത്താലും അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ ട്രയാങ്കിൾ വിത്ത് ദ സൈഡ്സ് 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. The next question. ഈ നെക്സ്റ്റ് എന്താ? ടേക്ക് എനി പോയിന്റ് O. നമ്മൾ O എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. ഇൻ ദ ഇന്റീരിയർ ഓഫ് എ ട്രയാങ്കിൾ. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആയിരിക്കും, എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ PQR ഉണ്ട്. ആ ട്രയാങ്കിൾ PQRന്റെ ഇന്റീരിയറിൽ ഒരു പോയിന്റ് ഉണ്ട്. ഏതാ? O. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഈസ് OP പ്ലസ് OQ ഗ്രേറ്റർ ദാൻ PQ ആണോ? അതുപോലെ തന്നെ സെക്കൻഡും തേർഡും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഈ O എന്ന് പറഞ്ഞ ഇന്റീരിയർ പോയിന്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചാലോ? Pലോട്ടും വരച്ചു, Qലോട്ടും വരച്ചു, Rലോട്ടും വരച്ചു. അപ്പൊ നമുക്കിവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊക്കെ 3 ട്രയാങ്കിൾ? ട്രയാങ്കിൾ OPQ ഉണ്ട്, ട്രയാങ്കിൾ OQR ഉണ്ട്, ട്രയാങ്കിൾ ORP അല്ലേ? ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കുക. ട്രയാങ്കിൾ OPQ നോക്കുക. അപ്പൊ ട്രയാങ്കിൾ OPQല് നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുന്നതിന്റെ അതിന്റെ സമ്മ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് പറയാം OP പ്ലസ് OQ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ PQ ആയിരിക്കണം. ഏതൊക്കെ സൈഡ്സ് ഇവിടെ? ഈ ഒരു ട്രയാങ്കിൾ OPQല് ഉള്ള സൈഡ്സുകളാണ് OPയും OQവും
പി ക്യൂ, 3 സൈഡ്സ് ഉണ്ട് അല്ലെ. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കുന്നത്, ട്രയാങ്കിൾ ഒ പി ക്യൂ. അപ്പം നമുക്ക് 3 സൈഡ്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഒ പി പ്ലസ് ഈ സൈഡും ഒ ക്യൂ, ആ 2 സൈഡിന്റെയും സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയ പി ക്യൂ ആയിരിക്കും. ഇങ്ങനെയും പറയാ ഒ പി പ്ലസ് പി ക്യൂ ഗ്രേറ്റർ ദാൻ ഒ ക്യൂ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാ ഒ ക്യൂ പ്ലസ് പി ക്യൂ ഗ്രേറ്റർ ദാൻ ഒ പി. എങ്ങനെയായാലും നമുക്ക് പറയാം 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. അപ്പം ഒ പി പ്ലസ് ഒ ക്യൂ ഗ്രേറ്റർ ദാൻ പി ക്യൂ ആണോ? യെസ്, കാരണം ഇതൊരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തത്. അപ്പൊ ഒ പി പ്ലസ് ഒ ക്യൂ ഗ്രേറ്റർ ദാൻ പി ക്യൂ ആയിരിക്കും. അപ്പൊ ഇതെന്താ? യെസ്, ഇത് യെസ് ആണ് അല്ലേ. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ നോക്കി, ഒ ക്യു ആർ. ഇനി നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ ഒ ക്യു ആർ ആണ്. ട്രയാങ്കിൾ ഒ ക്യു ആർ, ഇതിന്റെ സൈഡ്സ് ഏതൊക്കെ? ഒ ക്യു, ഒ ആർ, ക്യു ആർ. ഒ ക്യു, ഒ ആർ, ക്യു ആർ. ഓക്കെ, 3 സൈഡ്സ് ഉണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ടെങ്കിൽ 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും. അപ്പൊ ഒ ക്യൂവും ഒ ആറും അല്ലെ, ഒ ക്യൂവും ഒ ആറും, ഒ ക്യൂ പ്ലസ് ഒ ആർ എന്താണ്? ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആർ ക്യൂ തന്നെയാണ് ക്യു ആർ. ഓക്കെ, ക്യു ആർ. അപ്പൊ ഒ ക്യൂ പ്ലസ് ഒ ആർ ഗ്രേറ്റർ ദാൻ ക്യു ആർ. അപ്പൊ അതും യെസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ പി ഒ ആർ അല്ലെങ്കിൽ ഒ ആർ പി. ട്രയാങ്കിൾ ഒ ആർ പി നമ്മൾ എടുത്തു. ഏതാ ട്രയാങ്കിൾ? ഈ ഒരു ട്രയാങ്കിൾ. അപ്പൊ നമുക്കറിയാം ഇവിടെയുള്ള സൈഡ്സ് ഏതൊക്കെ? ഒ പി ഉണ്ട്, ഒ ആർ ഉണ്ട്, പി ആർ ഉണ്ട്. 3 സൈഡ്സ് ഉണ്ട്. 3 സൈഡ്സ് ഉണ്ടെങ്കിൽ 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ പി പ്ലസ് ഒ ആർ ഗ്രേറ്റർ ദാൻ ആർ പി ആയിരിക്കും അല്ലേ. പി ആർ എന്ന് പറഞ്ഞാൽ ആർ പി തന്നെ. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും. അതാണിത്, ഒ ആർ പ്ലസ് ഒ പി ഗ്രേറ്റർ ദാൻ ആർ പി. അപ്പൊ ഇതും എന്താണ്? യെസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇതിനെ 3 ട്രയാങ്കിൾസ് ആക്കി. നമ്മൾ ഇന്റീരിയർ പോയിന്റ് എന്ത് ചെയ്തു? ഓരോ വേർട്ടീസസിലും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ട്. അപ്പൊ 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ്. അതാണ് ഇത്. അതുപോലെ സെക്കൻഡ് ട്രയാങ്കിളിലും 3 സൈഡ്സ് ഉണ്ട്. 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ് ഇത്. അതുപോലെ തേർഡ് ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ടായിരിക്കും. ആ 3 സൈഡ്സിൽ 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞേ? എം ഈസ് എ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി. ഇതില് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഗ്രേറ്റർ ദാൻ 2am ആണോ? 3 സൈഡ്സും ആഡ് ചെയ്യുമ്പം അത് ഗ്രേറ്റർ ദാൻ 2am ആണോ? ദാറ്റ് മീൻസ് 2 മീഡിയനേക്കാളും വലുതാണോ 3 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ? അതാണ് ക്വസ്റ്റ്യൻ. എം എന്ന് പറഞ്ഞാൽ നമ്മളെ മീഡിയൻ ആണ് അല്ലെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഒരു വേർട്ടീസസും അതിന്റെ ഓപ്പോസിറ്റ് ആയ സൈഡ്സിന്റെ മിഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മീഡിയൻ കിട്ടുക അല്ലേ. അപ്പം 2 മീഡിയനേക്കാളും വലുതാണോ എ ബി 3 സൈഡ്സിന്റെ സമ്മ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി എമ്മും ട്രയാങ്കിൾ എ എം സിയും. അപ്പൊ ഇവിടെ നമ്മൾ മീഡിയം വരച്ചപ്പോ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഇത്, ഒരു ട്രയാങ്കിൾ ഇത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി എം. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് എന്ത് പറയാ? നമുക്ക് പറഞ്ഞൂടെ 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെന്ന് പറഞ്ഞൂടെ? യെസ്. അപ്പൊ നമുക്ക് പറയാം എ ബി പ്ലസ് ബി എം ഗ്രേറ്റർ ദാൻ എ എം. എങ്ങനെയും പറയാ, നമുക്ക് റൈറ്റ് സൈഡിൽ ആണ് എന്ത് കിട്ടേണ്ടത്? എ എം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു ട്രയാങ്കിൾ എ ബി എമ്മിലെ എ ബി പ്ലസ് ബി എം ഗ്രേറ്റർ ദാൻ എ എം അല്ലെ. 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം.
ഇനി വാട്ട് അബൌട്ട് ട്രയാങ്കിൾ AMC? അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ AMC. ആ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എന്താ പറയാ, രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ AM കിട്ടാനും വേണ്ടി നമുക്ക് എന്താ പറയാ, AC പ്ലസ് MC ഗ്രേറ്റർ ദാൻ AC പ്ലസ് MC ഗ്രേറ്റർ ദാൻ AM അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ, ഫസ്റ്റത്തെ ട്രയാങ്കിളില് ഈ സൈഡും കൂടെ ആഡ് ചെയ്തപ്പം ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ് കിട്ടി. അതുപോലെ സെക്കൻഡ് ട്രയാങ്കിൾ ആയ AMCയിൽ ACയും MCയും കൂടെ ആഡ് ചെയ്തപ്പം അത് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ് AM. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലോ, 1 + 2. 1 + 2. അപ്പൊ നമുക്ക് ആദ്യം LHS ആഡ് ചെയ്യാം, എന്നിട്ട് RHS ആഡ് ചെയ്യാം. എന്താ LHS? AB പ്ലസ് BM പ്ലസ് സെക്കൻഡ് ഇക്വേഷനിൽ എന്താ, AC പ്ലസ് MC ഗ്രേറ്റർ ദാൻ. ഇനി ഇവിടെ എന്താ ഉള്ളത്, AM ഉം AM ഉം അല്ലേ? ഗ്രേറ്റർ ദാൻ AM പ്ലസ് AM. Then AB plus BM plus AC plus MC greater than AM plus AM. നമ്മളോട് എന്താ പറഞ്ഞേ, 3 സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതായിരിക്കണം വലുത് ഏതിനേക്കാളും, 2 മീഡിയനേക്കാളും അല്ലേ? അപ്പം ഇത് 2AM, ഇത് കറക്റ്റ് കിട്ടി. ഇനി ഇവിടെ കിട്ടണമെങ്കിൽ നമുക്കറിയാം BM ഉം MC യും. എന്താ BM ഉം MC യും കൂടെ? നമുക്കറിയാം BC എന്ന് പറഞ്ഞാല് BM പ്ലസ് MC ആണ് അല്ലേ? കാരണം BCന്റെ മിഡ് പോയിന്റ് ആണ് M. മിഡ് പോയിന്റിന് ഓപ്പോസിറ്റ് വേർട്ടെക്സിലോട്ടല്ലേ നമ്മള് മീഡിയം വരയ്ക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ മീഡിയൻ ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയാ, BM ഈസ് ഈക്വൽ ടു MC. BM ഉം MC യും ഈക്വൽ ആണ്. അപ്പം BM പ്ലസ് MC അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് BC കിട്ടുക അല്ലേ? അപ്പൊ ഈ BM പ്ലസ് MC നെ നമുക്ക് BC എന്ന് എഴുതി കൂടെ? യെസ്. അപ്പൊ AB പ്ലസ് BM പ്ലസ് MC നമ്മള് BC ആക്കിയിട്ട് എഴുതി. പ്ലസ് AC എന്ന് പറഞ്ഞാലും CA എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ CA എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് CA എഴുതാം. AC തന്നെയാണ് CA. ഓക്കെ. ഗ്രേറ്റർ ദാൻ വാട്ട് ഈസ് AM പ്ലസ് AM? നമുക്കറിയാം X പ്ലസ് X എന്ന് പറഞ്ഞാൽ എന്താ, 2X ആണ് അല്ലെ? അതുപോലെ AM പ്ലസ് AM എന്ന് പറഞ്ഞാൽ എന്താ, 2AM. അപ്പൊ നമ്മൾ ആൻസറിൽ എത്തിയില്ലേ? യെസ്. നമ്മൾ ആൻസർ എന്താ, ഈസ് AB പ്ലസ് BC പ്ലസ് CA ഗ്രേറ്റർ ദാൻ 2M ആയിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അത് തന്നെ നമുക്ക് കിട്ടി. AB പ്ലസ് BC പ്ലസ് CA ഗ്രേറ്റർ ദാൻ 2M ആണ്. യെസ്. അപ്പം നമുക്ക് AM മീഡിയൻ ആണ് ട്രയാങ്കിൾ ABCൻ്റെതെങ്കിൽ നമുക്ക് എന്ത് പറയാ, AB പ്ലസ് BC പ്ലസ് AC ഗ്രേറ്റർ ദാൻ 2AM ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെയാ പ്രൂവ് ചെയ്തത്? രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു, എന്നിട്ട് രണ്ട് സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെന്ന് കിട്ടി. അപ്പൊ രണ്ട് സൈഡിലും AM ആക്കണം, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പൊ BM ഉം MC യും കൂടെ ആഡ് ചെയ്താൽ നമുക്കറിയാം അത് BC ആണ് അല്ലേ? അപ്പൊ BC ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, BM-നെയും MC-നെയും നമ്മൾ BC എഴുതി. സോ AB പ്ലസ് BC പ്ലസ് CA ഈസ് ഗ്രേറ്റർ ദാൻ 2AM. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് ഇവിടെ ട്രയാങ്കിളിന് പകരം ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, 4 സൈഡ്സ് ഉള്ളത് അല്ലെ? ഓക്കെ. അപ്പൊ 4 സൈഡ്സ് ഉള്ളത് ABCD ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമുക്ക് എന്താ ചോദിച്ചത്, AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA ആ 4 സൈഡ്സും ആഡ് ചെയ്യുമ്പം ആ ഒരു സമ്മ് ഗ്രേറ്റർ ദാൻ AC പ്ലസ് BD. 2 ഡയഗണൽസ് ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? 2 ഡയഗണൽസ് ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണോ നമ്മളെ സൈഡ്സ് ആഡ് ചെയ്യുന്നത്? അപ്പൊ അതാണോ നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇവിടെ ഒരു ABC ഒരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ABC ഉണ്ട്. ദെൻ ഇനി നമുക്ക് വേറൊരു ട്രയാങ്കിൾ ഇല്ലേ? വേറെ ട്രയാങ്കിൾ ഏതാ? ABC കഴിഞ്ഞിട്ട് BCD ഒരു ട്രയാങ്കിൾ അല്ലേ? യെസ്. ട്രയാങ്കിൾ BCD ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ CDA. നമുക്കറിയാം CDAയും എന്താണ്, ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ CDA. അപ്പം ട്രയാങ്കിൾ ABC ഉണ്ട്, ട്രയാങ്കിൾ BCD ഉണ്ട്, ട്രയാങ്കിൾ CDA ഉണ്ട്. ഇനി ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്. ഏതാ?
ദിസ് ട്രയാങ്കിൾ അല്ലേ, ഇത് ഒരു ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ DAB. അങ്ങനെ നമുക്ക് 4 ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററല്. അപ്പൊ 4 ട്രയാങ്കിൾസും നമുക്കറിയാം ഒരു ട്രയാങ്കിളില് 2 സൈഡ്സ് ആഡ് ചെയ്യുമ്പം അതിന്റെ സം ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും അല്ലേ. അപ്പൊ ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ ABC. അപ്പൊ നമുക്ക് ABC കൺസിഡർ ചെയ്താലോ, ഈ ട്രയാങ്കിൾ നോക്കുക എല്ലാവരും, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എന്ത് പറയാ, 2 സൈഡ്സിന്റെ സം ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെന്ന് പറയാം. എങ്ങനെ പറയാ, AB + BC ഗ്രേറ്റർ ദാൻ AC ആണെന്ന് പറഞ്ഞൂടെ. കാരണം നമ്മൾ എന്താ AC എടുത്തത് ഗ്രേറ്റർ ദാൻ AC എന്ന്, കാരണം നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം, ACയും BDയും ആണ് ആ സൈഡിൽ വന്നത് ഡയഗണൽസ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പം AB + BC ഗ്രേറ്റർ ദാൻ AC. അപ്പൊ ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ട്രയാങ്കിൾ നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ ഏതാ, ട്രയാങ്കിൾ BCD. ഈ ഒരു ട്രയാങ്കിൾ എല്ലാവരും കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് എന്താ പറയാ, BC + CD ഗ്രേറ്റർ ദാൻ BD ആണെന്ന് പറയാം. BC + CD ഗ്രേറ്റർ ദാൻ BD. നമുക്ക് BDയും AC-യും ആണ് ഡയഗണൽ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്, റൈറ്റ് സൈഡിൽ ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് സെക്കൻഡ് ഇക്വേഷൻ കൊടുത്തു. Then what about next one? നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാ, CDA. ഇതാണ് നെക്സ്റ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ CDAയിൽ നമുക്ക് എന്ത് പറയാം, CD + DA ഗ്രേറ്റർ ദാൻ ഡയഗണൽ ഏതാ, AC. അപ്പം ഇത് തേർഡ് ഇക്വേഷൻ. Then what about next one? നെക്സ്റ്റ് ട്രയാങ്കിൾ ഇതാണ്, ഏതാ, ട്രയാങ്കിൾ ABD അഥവാ DAB, എങ്ങനെ വേണേലും പറയാം. അപ്പൊ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, DA + AB ഗ്രേറ്റർ ദാൻ ഡയഗണൽ ഏതാ, BD. അപ്പൊ ഇത് ഫോർത്ത് വൺ. അപ്പൊ 4 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. 4 ട്രയാങ്കിളിലും സം ഓഫ് 2 സൈഡ്സ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണ് എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്ത് കിട്ടണം, ഇതിലോട്ട് എത്തിക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ഈ 4 ഇക്വേഷൻസും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. യെസ്, 4 ഇക്വേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. 4 ഇക്വേഷൻസും ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, AB + BC ഗ്രേറ്റർ BC. ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ സൈഡിലുള്ളതൊക്കെ ഗ്രേറ്റർ ദാനിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ സൈഡിലുള്ളതൊക്കെ ആഡ് ചെയ്യാം. AB + BC + BC + CD + CD + DA + AB. അപ്പൊ എല്ലാ ഇതും ആഡ് ചെയ്തു. ഇനി ഗ്രേറ്റർ ദാൻ ഈ സൈഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. എന്താ സൈഡ്സ്, AC + BD + AC + BD അല്ലേ, AC + BD + AC + BD. അത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നമുക്ക് നോക്കാം, ഇതും AB ആണ്, ദെൻ ഇത് നമുക്ക് AB കിട്ടി അല്ലേ, ദെൻ ഒരു ABയും കൂടെ ഉണ്ടായിരിക്കും. യെസ്, ഇവിടെയും നമുക്കൊരു AB ഉണ്ട്. അപ്പൊ 2 AB. അപ്പൊ AB + AB നെ നമ്മൾ 2AB എന്ന് എഴുതി, പ്ലസ് അതുപോലെ ഇത് BC ആണ്, ഇതും BC ആണ്. BC + BC നെ നമുക്ക് എന്ത് എഴുതാം, 2BC എന്ന് എഴുതാം, പ്ലസ് ഇനി ഇതും CD ആണ്, ഇതും CD ആണ്. അപ്പൊ CD + CD നെ നമുക്ക് എന്ത് എഴുതാം, 2CD എന്ന് എഴുതാം, പ്ലസ് ഇതും DA ആണ്, ഇതും DA ആണ്. അപ്പൊ DA + GA നെ നമുക്ക് എങ്ങനെ എഴുതാം, 2DA ഗ്രേറ്റർ ദാൻ. അതുപോലെ തന്നെ ഇവിടെയും AC + AC നെ നമുക്ക് 2AC എന്ന് എഴുതാം, പ്ലസ് BD + BD നെ 2BD എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ, 2AB + 2BC + 2CD + 2DA ഗ്രേറ്റർ ദാൻ 2AC + 2BD. അപ്പൊ നമ്മൾ എല്ലാ ടേംസിലും എന്തുണ്ട്, 2 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലോട്ട് എടുത്താലോ, ബാക്കി എന്തുണ്ടായിരിക്കും, AB + ഇവിടെയും 2 എടുത്തു, BC + അടുത്തത് CD + ദെൻ DA ഗ്രേറ്റർ ദാൻ. ഇവിടെയും അതുപോലെ 2 എന്ത് ചെയ്യാ, കോമൺ ആയിട്ട് ഔട്ട് സൈഡിലോട്ട് എടുത്തു, ബാക്കി എന്തുണ്ട്, AC + BD. ഇനി ഈ 2ഉം ഈ 2ഉം നമുക്ക് പോക്കിയാലോ, ചെയ്യുമ്പോൾ നമ്മൾ 2 സൈഡിലും ഒരുമിച്ച് ചെയ്യണമല്ലോ. എന്ത് നമ്മൾ
ഇവിടെ ചെയ്താലും അതന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഇനി ബാക്കി നമുക്ക് എന്തുണ്ട്, 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തപ്പം AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA ഗ്രേറ്റർ ദാൻ AC പ്ലസ് BD അല്ലേ? AC പ്ലസ് BD അതാണോ നമ്മളോട് ചോദിച്ചത്? AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA ഗ്രേറ്റർ ദാൻ AC പ്ലസ് BD നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പോസിബിൾ ആണ് അല്ലേ? യെസ്, ദിസ് ഈസ് പോസിബിൾ. അപ്പം 4 സൈഡ്സ് ആഡ് ചെയ്തപ്പം അത് ഗ്രേറ്റർ ദാൻ എന്ത്, 2 ഡയഗണൽസ് ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഒന്നും കൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് നമുക്ക് 4 ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ 4 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. എന്നിട്ട് 4 ട്രയാങ്കിൾസിലും നമ്മൾ എന്ത് ചെയ്തു, 2 സൈഡ്സിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെന്ന് എഴുതി. അപ്പം നമ്മൾ ഗ്രേറ്റർ ദാൻ എഴുതുമ്പോൾ ഇവിടെ ഫുള്ള് ഈ സൈഡ് ഫുള്ള് ഡയഗണൽസ് ആവാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. ആ 4 ഇക്വേഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാം 2 ടൈംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ടേമിനും 2 ആയി. ആ 2നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 2 സൈഡിലെ 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA ഗ്രേറ്റർ ദാൻ AC പ്ലസ് BD ആണെന്ന് കിട്ടി. അപ്പൊ 4 സൈഡ്സ് ആഡ് ചെയ്യുന്നതാണ് വലുത്. ഏതിനേക്കാളും? 2 ഡയഗണൽസ് ആഡ് ചെയ്യുന്നതിനേക്കാളും. വി പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, then what about the next question? The length of 2 sides of a triangle are 12 centimeter and 15 centimeter. എന്താ പറഞ്ഞേ? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 12 ആണ്, ഒരു സൈഡ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ വാട്ട് 2 മെഷർ ഷുഡ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഫോൾ? ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തതാ അല്ലെ? 2 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് സൈഡ് ഏത് 2 നമ്പേഴ്സിന്റെ ബിറ്റ്വീനിലാണ് വരിക? നമുക്കറിയാം ഈ 2 നമ്പേഴ്സും ആഡ് ചെയ്യുമ്പം അതിനേക്കാളും വലുതാവരുത് അല്ലേ? ഈ 2 നമ്പേഴ്സും ആഡ് ചെയ്യുന്നതായിരിക്കണം, അതിന്റെ സം ആയിരിക്കണം ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 12 പ്ലസ് 15നേക്കാളും അതായിരിക്കണം വലുത് തേർഡ് സൈഡ്. തേർഡ് സൈഡിനേക്കാളും വലുത് സം ഓഫ് 2 സൈഡ്സ് ആയിരിക്കണം. പിന്നെ നമ്മളിവിടെ നമുക്ക് എന്താ പറയാ? ഇതിന്റെ ഡിഫറൻസിനേക്കാളും ചെറുതുമാവാൻ പറ്റൂല അല്ലേ? അപ്പൊ നമുക്ക് വാട്ട് ഈസ് 12 പ്ലസ് 15? 27 അല്ലേ? അപ്പം 27ന്റെയും ഇനി ഇതിന്റെ ഡിഫറൻസ് കാണാം. വാട്ട് ഈസ് 15 മൈനസ് 12? 3 അല്ലേ? അപ്പം 3 27ഉം 3യുമാണ് കിട്ടിയത്. അപ്പൊ 3യുടെയും 27ന്റെയും ബിറ്റ്വീനിലായിരിക്കണം നമ്മളെ തേർഡ് സൈഡ് അല്ലേ? അപ്പൊ ഇങ്ങനെ 2 സൈഡ്സ് തന്നിട്ട് ഏത് 2 നമ്പേഴ്സിന്റെ ബിറ്റ്വീനിലാണ് തേർഡ് സൈഡ് ഫോൾ ചെയ്യാന്ന് ചോദിച്ചാൽ ആ 2 നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്യുക. ആ 2 നമ്പേഴ്സും ആഡ് ചെയ്യുന്നതായിരിക്കണം ഏറ്റവും വലുത്. അതിനേക്കാളും വലുതാവാൻ പറ്റില്ല നമ്മളെ തേർഡ് സൈഡ്. അപ്പൊ 27നേക്കാളും വലുതാവാൻ പറ്റില്ല, 27നേക്കാളും ചെറുതും. പിന്നെ ഈ 2 നമ്പേഴ്സും നമ്മൾ ഡിഫറൻസ് കാണാം. അപ്പൊ 15ഉം 12ഉം സബ്ട്രാക്ട് ചെയ്യുമ്പം 3 ആണ് അല്ലേ? അപ്പം 3നേക്കാളും ചെറുതുമാവാൻ പറ്റില്ല. 3നേക്കാളും വലുതും 27നേക്കാളും ചെറുതുമായിരിക്കണം നമ്മളെ തേർഡ് സൈഡ്. സോ തേർഡ് സൈഡ് ഫോൾ ബിറ്റ്വീൻ 3 and 27. 3 സെന്റിമീറ്ററിന്റെയും 27 സെന്റിമീറ്ററിന്റെയും ബിറ്റ്വീനിലായിരിക്കണം നമ്മളെ തേർഡ് സൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞു, ഐസോസ്ലസ് ട്രയാങ്കിൾ പറഞ്ഞു. പിന്നെ 2 സൈഡ്സ് നമ്മളെ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. പിന്നെ അതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ ആ ഡിഫറൻസ് ആയിരിക്കണം, ഡിഫറൻസിന്റെ താഴോട്ടും പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എന്തായിരുന്നു പഠിച്ചേ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഈച്ച് ആംഗിൾ മെഷർ 60 ഡിഗ്രി. ദെൻ വാട്ട് അബൌട്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ? 2 സൈഡ്സ് ആണ് ഈക്വൽ, അതിന്റെ ആംഗിൾസ് എന്താണ്? 2 ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പൈതഗോറിയൻ പ്രോപ്പർട്ടി ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.